മഴയൊന്ന് പെയ്ത് കാറ്റൊന്ന് വീശിയാൽ വണ്ടൂരിലെ ട്രോമ കെയർ അംഗങ്ങൾക്ക് പിന്നെ വിശ്രമമില്ലാത്ത മണിക്കൂറുകളാണ്. വീടിനും മുകളിലും റോഡിന് കുറുകെയും വീണ മരക്കൊമ്പുകളുടെയും മറ്റും വെട്ടി മാറ്റുന്ന തിരക്ക് സദാസമയവും വിളിപ്പുറത്തുണ്ട് എന്നാണ് ഇവരുടെ ആത്മാർത്ഥത. അതേസമയം ഇവരുടെ സൗജന്യ സേവനത്തിന് ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി ഒരു ബിരിയാണി ചലഞ്ച് നടത്തേണ്ട ഗതികേടും ഇവർക്കുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം വണ്ടൂരിൽ മഴക്കൊപ്പമെത്തിയ കാറ്റാണ് നാശം വിതച്ചത്. വണ്ടൂർ മേഖലയിൽ 40ഓളം വീടുകൾക്ക് മുകളിലും റോഡുകളിലുമാണ് കാറ്റിൽ മരങ്ങൾ പൊട്ടിവീണത്. 5:30ഓടെ വണ്ടൂർ ട്രോമ കെയർ യൂണിറ്റിലെ 10ഓളം അംഗങ്ങളാണ് കാറ്റിൽ പൊട്ടിവീണ മരക്കൊമ്പുകൾ വെട്ടിമാറ്റിയത്. വാണിയമ്പലം പ്രദേശത്ത് 3 വീടുകളിലെയും കുറ്റിയിൽ ഒരു വീടിന്റെ മുകളിലുമാണ് മരക്കൊമ്പുകൾ പൊട്ടിവീണത്. ഒരു 5:30 തുടങ്ങിയിട്ടുള്ള കാറ്റും മഴയും ഇന്നലെ നല്ല പല സമയങ്ങളിലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇന്നലെ 5:30 തുടങ്ങിയ കാറ്റും മഴയിൽ ഗംഭീര കാറ്റും മഴയും തന്നെയായിരുന്നു. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മരം വീണ കേസുകളും മറ്റതുമായിട്ട് വിളി വന്നിരുന്നു. ഞങ്ങൾ 8-10 ആൾക്കാരോളം അപ്പം തന്നെ സ്പോട്ടിൽ ഇറങ്ങി ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഉപകരണങ്ങളായിട്ട് ഞങ്ങൾ ഇറങ്ങി. അതിനുശേഷം വാണിയമ്പലത്തെ ഒരു 3 വീടുകളുടെ മുകളിൽ കൂടെ മരം വീണായിരുന്നു. അതേപോലെ ഓണിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് റോഡിന് കുറുകെ ഒരു മരം വീണിട്ട് അതിലേയും വാഹനം തടസ്സം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വെട്ടിമാറ്റി 5:30 തുടങ്ങിയ പണി ഏകദേശം ഒരു 10:30 വരെ ഞങ്ങൾ അതിൻ്റെ മരം വെട്ടൽ കാര്യങ്ങളുമായിട്ട് നടന്നിരുന്നു. വഴിയൊക്കെ ക്ലിയർ ചെയ്തു. അതിനുശേഷം നമ്മൾ ബൈപ്പാസിലും ഇതേപോലെ 1-2 മരങ്ങൾ വീണായിരുന്നു, അതും വെട്ടിമാറ്റി. അങ്ങനെ നാട്ടുകാർ എല്ലാത്തിനും ഇതേപോലെയുള്ള എന്ത് വിഷയം വന്നാലും ആദ്യം നമ്മളെ ആണ് വിളിക്കുന്നത്, ട്രോമ കെയറിനെയാണ് വിളിക്കുന്നത്. അപ്പോൾ ട്രോമ കെയർ ഏത് സമയത്തും 24 മണിക്കൂർ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കതിനകത്ത് യാതൊരു പ്രതിഫലവും ആരും വാങ്ങലില്ല. എല്ലാം നമ്മൾ സ്വയം സേവകരായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നാട്ടുകാരെല്ലാവരും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു തരികയാണെങ്കിൽ കൂടുതൽ ഇതുപോലെ തന്നെയുള്ള വർക്കുകൾ നമുക്ക് നല്ല രൂപത്തിൽ നടത്താൻ പറ്റും. മഴയും കാറ്റും എത്തിയതിനാൽ ഇവർക്ക് വിശ്രമമില്ലെങ്കിലും സൗജന്യമായി ചെയ്യുന്ന ഇവരുടെ സേവനത്തിന് വേണ്ട ഉപകരണങ്ങൾ നിലവിൽ ഇവരുടെ പക്കലിൽ ഇല്ല എന്നതാണ് സത്യം. ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി അടുത്ത മാസം 27-ന് ബിരിയാണി ചലഞ്ച് നടത്താനുള്ള തീരുമാനത്തിലാണ് ട്രോമ കെയർ അംഗങ്ങൾ. മലബാർ ടൈംസ്, മലപ്പുറം.